ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്ത് എല്ലാത്തിൽ നിന്നും അല്ലാഹു നമുക്ക് വലിയ മോചനം നൽകുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളും മര പോലെ വന്നാലും എല്ലാത്തിനെയും ആ പ്രതിസന്ധികളെ തട്ടിമാറ്റാൻ കഴിവുന്ന സ്വലാത്താ. വതൻഫരിജു ബിഹിൽ ഖുറബ വതുഖല്ലാ ബിഹിൽ ഹവായിജ്. ആ ചൊല്ലുന്നവന്റെ മനസ്സിന്റെ അകത്ത് ആ ചൊല്ലുന്നവരുടെ മനസ്സിന്റെ അകത്ത് എന്ത് നിയത്താണോ വതുഖല്ലാ ആ നിയത്ത് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. ആ മുറാദ് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. വതുനാദു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം. അവന്റെ മരണസമയത്ത് അല്ലാഹു അവനെ ആഖിബത്ത് നന്നാക്കി കൊടുക്കുന്നതാ. വഹുസ്നുൽ ഖവാതിം അവന്റെ മുഴുവൻ കാര്യങ്ങളിലും ഖത്മൻ അല്ലാഹു നന്നാക്കി തരുന്നതാണ്. തുടക്കം കുറിച്ച സംരംഭങ്ങളില്ലേ, തുടക്കം കുറിച്ച കാര്യങ്ങളില്ലേ, അതിലെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ഖൈറ് തരുന്നതാണ്, ഹുസ്ന തരുന്നതാണ്. അത് നല്ല രൂപത്തിലേ സമാപിക്കുകയുള്ളൂ. വയസ്തസ്ഖൽ ഗമാം ബിവജ്ഹിൽ കരീം. കഷ്ടപ്പാട് പറയുന്ന മോളെ, വിഷമം പറയുന്ന മോനെ, പ്രതിസന്ധികളും അസുഖങ്ങളും കഷ്ടപ്പാടുകളും പട്ടിണിയും പരിഭവങ്ങളും അല്ലാഹുവേ മനസ്സിന്റെ അകത്ത് ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ പിടികൂടാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നവരെ, രോഗം ഒരാൾക്ക് വന്ന് മാറിയാല് ഭാര്യയ്ക്ക് വന്ന, ഭർത്താവിന് വന്ന, മക്കൾക്ക് വന്നിങ്ങനെ വിട്ടുമാറാത്ത, വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, ഷോപ്പുകളിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന്, ബിസിനസ്സുകളിൽ നിന്ന്, കച്ചവടങ്ങളിൽ നിന്ന്, ഏർപ്പെടുന്ന ഏർപ്പാടിൽ നിന്ന് നമ്മളെ പ്രയാസങ്ങൾ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാറുമ്പോ ഒന്ന് വരികയാ, മറ്റൊന്ന് പോകുമ്പോ മറ്റൊന്ന് വരികയാ. ഇങ്ങനെ പ്രതിസന്ധി എന്ന അറബിക്കടലിൽ നീന്തി കുളിക്കുന്നവരെ, അവിടെയെല്ലാം നമുക്ക് സലാത്ത് വലിയ രക്ഷയാ. അതുകൊണ്ടാണ് മഹാന്മാർ അതിന്റെ അർത്ഥം വെക്കുന്നത് വതൻഫരിജു ബിഹിൽ ഖുറബ്. നിന്റെ ഏത് പ്രതിസന്ധികളും വന്ന നാരിയത്ത് സ്വലാത്ത് കൊണ്ട് മാറ്റിത്തരുന്നതാണ്. നിങ്ങളുടെ പ്രതിസന്ധിയെ പടച്ചതമ്പുരാന് നാരിയത്ത് സ്വലാത്ത് കൊണ്ട് മാറ്റിത്തരുന്നതാണ്. അത്രയും വലിയ പവറുള്ള സ്വലാത്താ, അത്രയും വലിയ മഹത്വമുള്ള സ്വലാത്താ. അറിയുന്നില്ലാതെ കുടുംബങ്ങളെ, ഒരു വിശാലമായ മനസ്സോടെ നിങ്ങളെ സ്വലാത്ത് ചൊല്ലണേ. നമ്മുടെ ഖൽബ് നന്നാവണം, നമ്മുടെ മനസ്സ് നന്നാവണം. ഒരാളോടും പകയില്ലാത്ത ഹൃദയം വേണ്ടേ, ഒരാളോടും വൈരാഗ്യമില്ലാത്ത ഹൃദയം വേണ്ടേ, ഒരാളെയും ചെറുതായി കാണാത്ത ഹൃദയം വേണ്ടേ, ഒരാളെയും മാറ്റി നിർത്തപ്പെടാത്ത ഹൃദയം വേണ്ടേ, ഒരാളെയും കളങ്കപ്പെടുത്താത്ത ഹൃദയം വേണ്ടേ, ഒരാളുടെ മനസ്സിനെ തെറ്റിദ്ധാരണ മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കാത്ത, പകയെന്ന വിദ്വേഷമെന്ന വൈരാഗ്യമെന്ന ദേശമെന്ന ആ ഒരു അസൂയെന്ന കിബറെന്ന മാരകമായ രോഗങ്ങൾക്കൊരു ശതമാനം പോലും ഇടം കൊടുക്കാത്ത, നല്ല നിഷ്കളങ്കമായ വൃത്തിയുള്ള സിമീബുള്ളിലേക്ക് നോക്കിയാൽ അടിഭാഗം മിന്നി മുകളിലോട്ട് കാണുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും യജമാനനായ പടച്ചതമ്പുരാൻ ഓരോ മനുഷ്യന്റെ ഹൃദയത്തേക്ക് അല്ലാഹു നമ്മേക്ക് നോക്കുമ്പോ ആ ഹൃദയം എങ്ങനെ തിളങ്ങണം മോളെ, ആ ഹൃദയം എങ്ങനെ തിളങ്ങണം ചെറുപ്പക്കാരാ. നിങ്ങളെ പിണങ്ങി നടന്ന ഹൃദയം തിളങ്ങുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ തെറ്റിക്കഴിഞ്ഞിട്ട് ഹൃദയം അല്ലാഹു പ്രകാശിക്കുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? അതുകൊണ്ട് പിണക്കം വേണ്ട, വാശി വേണ്ട, വൈരാഗ്യം വേണ്ട, പക വേണ്ട, ഞാൻ വലിയവനാണെന്ന തോന്നല് നമ്മുടെ മനസ്സിൽ വരണ്ട. മറ്റൊരാളെ കാണുമ്പോ അവൻ
അവന്റെ മുടി കണ്ടിട്ട്, അവന്റെ വസ്ത്രം കണ്ടിട്ട്, അവന്റെ കോലം കണ്ടിട്ട് അവനെ അളക്കാൻ പോവണ്ട. നമ്മളൊരാളെയും മോശമായി കാണണ്ട, നമ്മളൊരാളെയും തരം താഴ്ത്തപ്പെടണ്ട. നമ്മള് കാരണം ഒരാൾ വേദനിക്കാതെ, നമ്മള് കാരണം ഒരാൾക്കും ഒരു വിഷമവും വരാതെ എല്ലാവരോടും സ്നേഹം മാത്രമുള്ള മനസ്സ് വേണേ, എല്ലാവരെയും അംഗീകരിക്കുന്ന മനസ്സ് വേണേ, എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സ് വേണേ, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന മനസ്സ് വേണേ, എല്ലാവരെയും ബഹുമാനിക്കുന്ന മനസ്സ് വേണേ, എല്ലാവരെയും ഒന്ന് അംഗീകരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബിയെ ചൂണ്ടിയിട്ട്, സ്വഹാബ, ആ വരുന്നവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് തങ്ങളെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇരിക്കുന്ന സദസ്സല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇരിക്കുന്ന സദസ്സല്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാരാ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ അമ്പിയാക്കന്മാർക്കൊക്കെ ഒരു കൂട്ടുകാരനുണ്ട്, റഫീഖി ഫിൽ ജന്ന ഉസ്മാൻ, റഫീഖി ഫിൽ ജന്ന ഉസ്മാൻ. ആദം നബിക്ക് സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്, ഇബ്രാഹിം നബിക്ക് സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ ഫ്രണ്ട് ആരാ? മൈ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? റഫീഖി ഫിൽ ജന്ന ഉസ്മാൻ. സ്വർഗത്തിൽ അല്ലാഹു എനിക്ക് തരുന്ന കൂട്ടുകാരൻ അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ് എന്ന് മുത്തുനബി വിളിച്ചു പറഞ്ഞതല്ലേ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളിരിക്കുന്ന സദസ്സിൽ നിന്നാ മുത്തുനബി പറയുന്നത്, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കാണണമെങ്കിൽ ആ കവാടത്തിലേക്ക് നിങ്ങൾ നോക്കുക. എല്ലാവരും നോക്കിയപ്പോ കണ്ടത് ആരെയാ? എല്ലാവരും സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാരനാണ്. എന്ത് പറ്റി ഈ ചെറുപ്പക്കാരൻ ഇത്രയും വലിയ പവർ ലഭിക്കാൻ കാരണം എന്താണ്? ആ കാരണം ഒരേ ഒരു കാരണമാ. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് മനസ്സ് തുറന്ന് കേൾക്കണേ. ആ ചെറുപ്പക്കാരന്റെ കൽബിൽ ഒരാളോടും വെറുപ്പില്ലായിരുന്നു, ആ ചെറുപ്പക്കാരന്റെ കൽബിൽ ഒരാളോടും ദേഷ്യമില്ലായിരുന്നു. നിങ്ങളെ കരുതും ഉസ്താദ് എന്തിനാണ് ഓരോ മജ്‌ലിസിൽ ആരോടും പിണങ്ങരുതെന്ന് ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് എന്തിനാ? പറഞ്ഞതുകൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ട് ചെറുപ്പക്കാരാ, പറഞ്ഞതുകൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ട് ഉമ്മമാരെ, പറഞ്ഞതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുണ്ട് ബാപ്പമാരെ. പിണങ്ങിക്കഴിഞ്ഞ എത്ര കുടുംബങ്ങൾ സലാം പറഞ്ഞ് മിണ്ടിയിട്ടുണ്ട്. വർഷങ്ങളായി കല്യാണത്തിന് പോലും വിളിക്കാതെ ജ്യേഷ്ഠനനിയന്മാർ അറിവിന്ദിലാവിന്റെ മജ്‌ലിസ് കേട്ട് എത്ര കുടുംബങ്ങളാ മിണ്ടിയതെന്നറിയോ? എത്ര കുടുംബങ്ങളാ സലാം പറഞ്ഞതെന്നറിയോ? എത്ര കുടുംബങ്ങളാ പരസ്പരം ഐക്യത്തിലായതെന്നറിയോ? ഓരോ ദിവസവും ഞാനത് അറിയുന്നുണ്ട്, എന്നിലേക്ക് ആ വാർത്തകൾ എത്തുന്നുണ്ട്. പക്ഷേ കുടുംബ പ്രശ്നമായതുകൊണ്ട് ഞാൻ ലൈവില് പറയാതിരിക്കാണ്. ഇനി അവരെ പേര് പറയുമ്പോ മറ്റുള്ളവർ അത് അറിയണ്ട എന്ന് കരുതിയിട്ട് മനഃപൂർവ്വം ഞാൻ പറയാതിരിക്കുന്നതാ. അതുകൊണ്ട് അറിയാ, പറഞ്ഞാല് പ്രശ്നങ്ങൾ തീരുമെന്നറിയാ. ഞാനത് പറഞ്ഞതെന്തിനാണ്? ടിവിയിലൂടെ അറിവിന്നിലാവ് കേൾക്കുന്ന ഉമ്മ, ലാപ്ടോപ്പിലൂടെ മൊബൈലിലൂടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അറിവിന്നിലാവെന്ന ആത്മീയ മജ്‌ലിസിന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ ഒരു കയ്യിലും തസ്ബീഹമാല മറ്റൊരു കയ്യിലും മജ്‌ലിസിലെ വെള്ളവും വെച്ചിട്ട് ഞങ്ങളെ പ്രിയപ്പെട്ട മജ്‌ലിസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ ആരോടും പിണക്കമുണ്ടെങ്കിൽ, നിങ്ങളെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കമൊന്ന് മാറ്റണേ, ഒന്ന് സലാം പറയണേ, ഒന്ന് സലാം മടക്കണേ.
അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ, അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ, അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. അങ്ങനെ നിങ്ങൾ മിണ്ടിയാൽ ഈ കണ്ട അറിവിന്ദിനാവും മുഴുവനും അല്ല നിങ്ങൾക്ക് മുതലാക്കി തന്നു. അങ്ങനെ നമ്മൾ മിണ്ടിയാൽ ഈ കഴിഞ്ഞ മജ്‌ലിസുകൾ മുഴുവനും നമുക്ക് നമ്മുടെ ഖബറിൽ നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്ക് റബ്ബേ. സ്വലാത്ത് തുടങ്ങുകയാണ്, എല്ലാവരും ചൊല്ലിക്കോളി, കൂടെ ഉറക്കെ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമാ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫറജു ബിഹിൽ ഖുറബ് വതുഖലാ ബിഹിൽ ഹവായിജ് വതനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്കൽ ഗമാമു ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الله ഞങ്ങളെ മനസ്സിൽ സ്വലാത്ത് ചൊല്ലുമ്പോ എന്താണോ നിയ്യത്തുള്ളത് ആ നിയ്യത്തിനെ സാധിപ്പിച്ചു തരണേ അല്ലാഹ്, സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ
ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞങ്ങളെ മനസ്സിലുള്ള നിയ്യത്തുകൾ എന്താ? ആ നിയ്യത്തുകളെല്ലാം നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ആ നിയ്യത്തുകളെല്ലാം നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമാ അലാ സയ്യിദിനാ മുഹമ്മദ് الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലിയേ. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മാ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫർജു ബിഹിൽ ഖുറബ വതഖലാ ബിഹിൽ ഹവായിജ വതനാലു ബിഹിർ റഗായിബ വഹസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. എല്ലാവരും കയ്യിലൂതിയിട്ട് 2 കണ്ണും മുഖവും തലയും ശരീരഭാഗങ്ങളെല്ലാം തടവണേ അല്ലാഹ്. നിങ്ങളെ സ്വലാത്ത് നീ സ്വീകരിക്കുക അല്ലാഹ്. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ. നമ്മൾ ദ്വാരക്കുകയാണ്. ദ്വാ കഴിഞ്ഞിട്ട് നമുക്ക് ഹദ്ദാദറാത്തീബ് ചൊല്ലാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുഅഫി നഅ്ബഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. ഞങ്ങളെ മജ്‌ലിസിനെ സ്വീകരിക്കുക അല്ലാഹ്. ഇജാബത്ത് തരണേ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കുക അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ബദരീങ്ങൾ, ശുഹദാക്കൾ അവരെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഹാനായ ഖുത്ബുല്ലാനം മടവൂരി ശൈഖുനാൻ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. തെറ്റുകുറ്റങ്ങളെല്ലാം സാധുക്കളായ പാപികളായ ഞങ്ങളോട് നീ പുറത്തു തരണേ റഹ്മാനേ. ചെയ്തു പോയ പാപക്കറകളെ ഏടില്ലെന്ന് മായ്ച്ചു കളയണം അല്ലാഹ്. ആ തെറ്റി കാരണം ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ റബ്ബേ, വശലാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തോടെ ജീവിച്ച്
മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഒരു നല്ല മരണം തരണേ അല്ലാ. ഇഖ്ലാസും ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ് ഞങ്ങളെ. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ് ഞങ്ങളെ. അല്ലാഹുവേ നീ ശിഫ നൽകണം അല്ലാ. നീ ശിഫ നൽകണം അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് നീ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ശിഫ കൊടുക്കണം അല്ലാ. ട്യൂമർ ഉള്ളവരുണ്ട്, ശിഫ കൊടുക്കണം അല്ലാ. മാരകമായ രോഗങ്ങൾ വന്നവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. മലികുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനെ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന കുടുംബത്തിലെ ആരെല്ലാം രോഗികളുണ്ടോ അവർക്കെല്ലാം നീ പരിപൂർണമായ ശിഫ കൊടുക്കണേ റഹ്മാനെ. പരിപൂർണമായ ശിഫ കൊടുക്കണേ റഹ്മാനെ. പരിപൂർണമായ ശിഫ കൊടുക്കണേ റഹ്മാനെ. സർവ അസുഖങ്ങളെ മാറ്റിത്തരണേ. സർവ രോഗങ്ങളെ മാറ്റിത്തരണേ. സർവവേദനകളെ മാറ്റിത്തരണേ. സർവ പ്രയാസങ്ങളെ മാറ്റിത്തരണേ. സർവ ടെൻഷനുകളും നീക്കിത്തരണേ. മനസ്സിന് സമാധാനം തരണേ. മനസ്സിന് റാഹത്ത് തരണേ. മനസ്സിന് ഖൈർ നൽകണേ അല്ലാ. ഈ ഉമ്മമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. ഈ ഉപ്പമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. ഈ സഹോദരങ്ങളുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. ഈ സഹോദരിമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. ഈ മക്കളുടെ മരുമക്കളുടെ പേരമക്കളുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളെ കുഞ്ഞു പൂമാറ്റ മക്കളുടെ രോഗങ്ങളെ നീ മാറ്റണേ അല്ലാ. പ്രവാസികളെ രോഗങ്ങളെ മാറ്റ റബ്ബേ. അയൽവാസികളെ രോഗങ്ങളെ മാറ്റ റബ്ബേ. അറിവിന്നിലാവ് കുടുംബങ്ങളുടെ രോഗങ്ങളെ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളുണ്ട്, അല്ലാ നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളുണ്ട്, അപ്പേ നീ ശിഫ നൽകണേ അല്ലാ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരുണ്ട്, നിർബന്ധമായ ഓപ്പറേഷനാണോ ഒരു പ്രയാസമില്ലാതെ നീ വിജയിപ്പിച്ചു കൊടുക്കറമ്പോ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഇല്ലാതെ സുഖം കൊടുക്കണേ അല്ലാ. ഗർഭപാത്രത്തിലെ അണ്ടാശയത്തിലെ മുഴ വന്നിട്ട് വിഷമിക്കുന്ന സഹോദരിമാരുണ്ട്, ഗർഭപാത്രം എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞവരുണ്ട്. ശിവ കൊടുക്കണം നാദാ. ശിവ കൊടുക്കണം നാദാ. ശിവ കൊടുക്കണേ തമ്പുരാനേ. തലവേദന മാറ്റിക്കൊടുക്കണേ. മൈഗ്രീന്റെ വേദന മാറ്റിക്കൊടുക്കണേ. തലകറക്കം മാറ്റിക്കൊടുക്കണേ. തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് മാറ്റിക്കൊടുക്കണേ. ചെവിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടത് സുഖപ്പെടുത്തണേ. കാതിന് കേൾവി കുറഞ്ഞത് പരിഹരിക്കണേ. കണ്ണിന്റെ കാഴ്ചക്കുറവ് പരിഹരിക്കണേ. നീ തന്ന കണ്ണിന്റെ കാഴ്ച നിലനിർത്തണേ റഹ്മാനേ. അല്ലാഹുവേ പല്ലുവേദന മാറ്റിത്തരണേ അല്ലാ. വായയിലും വയറ്റിലും പുണ്ണ് വന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ സുഖപ്പെടുത്തണേ റഹ്മാനേ. സുഖപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ തൊണ്ട വേദനിക്കുന്നവര്, പെരടി വേദനിക്കുന്നവര്, കഴുത്ത് വേദനിക്കുന്നവര്, നെഞ്ചു വേദനിക്കുന്നവര്, വയറുവേദനിക്കുന്നവര്, അടിവയറ്റിലെ വേദന സഹിക്കാൻ കഴിയാത്തവര്, മൂത്രക്കളച്ചിൽ കിഡ്നിയിൽ കല്ലുള്ളവര്, അല്ലാഹുവേ ഗ്യാസിന്റെ കോപമുള്ളവര്, ഊരവേദന, കൈകാലുമുട്ട്, ഷോൾഡർ വേദന, ഈ ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങൾ വേദനിക്കുന്നുണ്ടോ
ഈ ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങൾക്ക് കടച്ചിലുകളുണ്ടോ, ഈ ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങൾക്ക് പൊട്ടുകളുണ്ടോ, ചതവുകളുണ്ടോ, റബ്ബേ എല്ലാം നീ സുഖപ്പെടുത്തണം അല്ലാ. മാനസികമായി ഞങ്ങൾ തളർന്നിരിക്കുകയാണ്. താങ്ങാൻ കഴിയുന്ന മറ്റൊരു ടെൻഷനുകളാണ് ഞങ്ങളെ മനസ്സിലുള്ളത് തമ്പുരാനെ. താങ്ങാൻ കഴിയുന്നതിനപ്പുറം ടെൻഷനുകളാണ് ഞങ്ങളെ മനസ്സിലുള്ളത്. പ്രയാസങ്ങളാണ് റബ്ബേ, പ്രതിസന്ധികളാണ് റബ്ബേ. ഞങ്ങളെ മനസ്സിലുള്ള ടെൻഷനുകൾ മുഴുവനും എടുത്തൊരു തുലാസിൽ തൂക്കിയാൽ ആ തുലാസിനെ പോലും പരാജയപ്പെടുത്താൻ ഒരു കട്ടയുണ്ടാകൂല. അത്രത്തോളം വലിയ ടെൻഷനുകളാണ് മനസ്സില്, അത്രത്തോളം വലിയ പ്രയാസങ്ങളാ മനസ്സില്, അത്രത്തോളം വലിയ ദുഃഖങ്ങളാണ് മനസ്സില്. ആരോടും പറയാതെ മനസ്സിന്റെ അകത്ത് നീറിപ്പുകയുന്ന ദുഃഖഭാരങ്ങളുണ്ട്. എല്ലാം ഞങ്ങൾ ഈ മജ്‌ലിസിൽ ഇറക്കി വെക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. ഒരുപാട് ആളുകൾ ആമീൻ പറയുന്ന മജ്‌ലിസല്ലേ. ഞങ്ങളെ ടെൻഷനുകളൊക്കെ ഈ മജ്‌ലിസിൽ ഇറക്കി വെക്കുന്നു അല്ലാ. ഞങ്ങളെ വിഷമങ്ങളൊക്കെ മജ്‌ലിസിൽ ഞങ്ങൾ ഇറക്കി വെക്കുന്നു അല്ലാ. ഞങ്ങളെ മുഖം കാണുമ്പോ മറ്റുള്ളവർക്ക് ഞങ്ങളെ ടെൻഷൻ അറിയൂല. ഞങ്ങളെ സന്തോഷം കാണുമ്പോ മറ്റുള്ളവർക്ക് ഞങ്ങളെ ടെൻഷൻ അറിയൂല. ഞങ്ങളെ ഹാപ്പി ലൈഫ് കാണുമ്പോ മറ്റുള്ളവർക്ക് ഞങ്ങളെ ടെൻഷൻ അറിയൂല. പക്ഷേ മനസ്സിന്റെ അകത്ത് ദുഃഖങ്ങളാണ്, സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഓരോ ദിവസവും പരീക്ഷണങ്ങൾ ഇങ്ങനെ പിന്തുടരുകയാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നിഴല് പോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കൂടെ പറത്തിനെ പോലെ കൂടെ നിൽക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ നീ ആണ് രക്ഷ അല്ലാ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. നീ കൈവിട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി റബ്ബേ. നീ കൈവിട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി റബ്ബേ. നീ കൈവിട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി റബ്ബേ. ഞങ്ങളെ കൈവിടയല്ലേ അല്ലാ, ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നിന്റെ കാവല് തരണേ അല്ലാ, നിന്റെ കാവല് തരണേ അല്ലാ. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റഹ്മാനേ, അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ കല്യാണം ശരിയാവാത്തവരുണ്ട്. അർഹമുർറാഹിമായ റബ്ബേ യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്. ഞങ്ങളെ കൂട്ടത്തിലെ കല്യാണം റെഡിയാവാത്തവരുണ്ട് റബ്ബേ. നീ റെഡിയാക്കി കൊടുക്കണേ റഹ്മാനെ, നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ, നീ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. യാ അല്ലാഹ് നീ മക്കളെ കൊടുക്ക റബ്ബേ, നീ മക്കളെ കൊടുക്ക റബ്ബേ, നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ അല്ലാഹുവേ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. യാ അല്ലാഹ് ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മക്കളെ കൊടുക്ക റബ്ബേ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക അല്ലാഹ്. ഗർഭകാലത്തുണ്ടാകുന്ന ക്ഷീണങ്ങള്, വിഷമങ്ങള്, പ്രയാസങ്ങള്, സങ്കടങ്ങള് എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിലെ പരസ്പരം കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ, കുടുംബജീവിതത്തിൽ
പ്രയാസങ്ങളും ദുഃഖങ്ങളും സഹിച്ച് ജീവിക്കുന്നവരുണ്ട്. പരസ്പരം പൊരുത്തമില്ലാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്ക് റബ്ബേ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്ക് റബ്ബേ. അർഹമുർറാഹിമായ അല്ലാഹ്, വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാഹ്. തുടങ്ങി വച്ച വീട് പണി പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കണേ അല്ലാഹ്. റോഡില്ലാത്തവർക്ക് റോഡ് കൊടുക്കണേ അല്ലാഹ്. വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ബറക്കത്തുള്ള റഹ്മത്തുള്ള നിഅമത്ത് നിറഞ്ഞ ജോലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ബിസിനസ്സിലെല്ലാം ബറക്കത്ത് തരണേ. ഞങ്ങളെ കച്ചവടത്തിലെല്ലാം ബറക്കത്ത് തരണേ. ഞങ്ങളെ ഏർപ്പാടിലെല്ലാം ബറക്കത്ത് തരണേ. നീ ഞങ്ങൾക്ക് തന്നതിലെല്ലാം നീ ബറക്കത്ത് തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിലെല്ലാം ബറക്കത്ത് തരണമല്ലാഹ്. അതിലെല്ലാം ബറക്കത്ത് തരണേ അല്ലാഹ്. സിഹ്റുകൾ ബാത്തിലാക്കണേ റഹ്മാനേ. സിഹ്റുകൾ ബാത്തിലാക്കണേ റഹ്മാനേ. സിഹ്റുകൾ ബാത്തിലാക്കണേ റഹ്മാനേ. കണ്ണേറുകൾ ബാത്തിലാക്കണേ റഹ്മാനേ. നാപ്പോലുകൾ ബാത്തിലാക്കണേ റഹ്മാനേ. കൈവിഷങ്ങളെ ബാത്തിലാക്കണേ റഹ്മാനേ. മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് സർവ്വ ശർറുകളും നീ ബാത്തിലാക്കി തരണമല്ലാഹ്. സർവ്വ ശർറുകളും നീ ബാത്തിലാക്കി തരണമല്ലാഹ്. സർവ്വ ശർറുകളും നീ ബാത്തിലാക്കി തരണമല്ലാഹ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നാടിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും വെള്ളം കയറി വലിയ പ്രയാസങ്ങളിലാണ് അല്ലാഹ്. പല ഭാഗങ്ങളിലും കുന്നിടിഞ്ഞ് വീണ് മണ്ണിടിഞ്ഞ് അല്ലാഹുവേ ഉരുൾപൊട്ടലുണ്ടായി മരണപ്പെട്ടവരുണ്ട്. അപകടം പറ്റിയവരുണ്ട്. വീട് നഷ്ടപ്പെട്ടവരുണ്ട്. സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. യാ അല്ലാഹ്, നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. നിന്റെ കാവല് തരണേ റഹ്മാനേ. നിന്റെ കാവല് തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഉരുൾപൊട്ടലിനെ തൊട്ട് കാക്കുക അല്ലാഹ്. ഭൂമികുലുക്കത്തെ തൊട്ട് കാക്കുക അല്ലാഹ്. പ്രളയങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനേ. അപകടം പറ്റിയവർക്ക് നീ പെട്ടെന്ന് ശിഫ കൊടുക്കണേ റഹ്മാനേ. രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന മുഴുവൻ ആളുകൾക്കും നിന്റെ വലിയ കാവല് കൊടുക്കണേ റഹ്മാനേ. റഹ്മത്തുള്ള മഴ തരണമല്ലാഹ്. റഹ്മത്തുള്ള മഴ തരണേ അല്ലാഹ്. കാരണം ഒരു വെള്ളപ്പൊക്കമോ ഒരു അപകടമോ ഒരു പ്രതിസന്ധിയോ ഒരു പ്രകൃതി ദുരന്തങ്ങളോ നീ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനേ. റബ്ബേ, ഞങ്ങൾക്ക് ആയുസ്സിനെ നീട്ടിത്തരണമല്ലാഹ്. ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് തരണേ റഹ്മാനേ. ആരെല്ലാം ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാം ഈ ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസിൽ നിന്ന് നിന്നെ ഏൽപ്പിക്കുകയാണ്. ഏറ്റെടുക്കണേ നാഥാ. പരിഹാരം കൊടുക്കണമല്ലാഹ്. ആര് ഞങ്ങളോട് എന്ത് പ്രശ്നങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം നീ പരിഹാരം കൊടുക്കണേ റഹ്മാനേ. അവർക്കെല്ലാം നീ പരിഹാരം കൊടുക്കണേ റഹ്മാനേ. പാവപ്പെട്ട എന്റെ ഉമ്മ ഖബറിലാണ്. ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്. ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കൾ, ഉസ്താദുമാരെ, കൂട്ടുകുടുംബങ്ങൾ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ പലരും മരിച്ചുപോയി റഹ്മാനേ. അവരെ ഖബറുകളൊക്കെ സ്വർഗമാക്ക് റബ്ബേ. വിശാലമാക്ക് റബ്ബേ.
സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ ഉമ്മമാരെ ഖബർ സ്വർഗമാക്കണേ. അറിവിന്ദിലാവിന്റെ ഉപ്പമാരെ ഖബർ സ്വർഗമാക്കണേ. അറിവിന്ദിലാവ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഖബർ നീ സ്വർഗമാക്കണേ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ. നല്ല സ്വഭാവമുള്ളവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഹജ്ജും ഉംറയും ഒരുപാട് തവണ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നീ തരണേ അല്ലാഹുവേ. ഇന്ന് ഞങ്ങളിലേക്ക് നടത്തുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഫിറോസ് കാക്ക് കുടുംബത്തിലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ലാഹ്. അവരുടെ സംരംഭങ്ങളിൽ മുഴുവനും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ബർക്കത്ത് കൊടുക്കണേ റബ്ബേ. അവര് തുടങ്ങി വച്ചതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹുവേ നീ ഫത്ഹാക്കി കൊടുക്കണേ അല്ലാഹ്. റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. വിജയത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ തട്ടുമുട്ടലുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം നീ എല്ലാം മാറ്റിയിട്ട് സലാമത്ത് നൽകി സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മുഴുവൻ കൂട്ടുകാർക്കും നീ ബർക്കത്ത് നൽകി അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഒരു 3 സ്വലാത്ത് ചൊല്ലിയേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നഹ്മദുല്ലാഹ് المجيب كل دعوة لنا لا لنا من سواه إنه البر علي ربنا صلى وسلم كل هالة على أحمد الهادي وآله والصحاب والولين ننادى ربنا الكريم فيك والسري واستغاثة
يرجون نصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبر والي إننا نأتي إليكم بالإزالة ما بنا شدة فتيا شيخنا مدبر والي ليس خسرا لمن إليكم طالبا بل بالله فاز يا مدبر والي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور والي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا كتبنا مدبور والي كم كربات كشفت هل أزيني تائه فاكشف لعل ودايا شيخنا مدبور والي فوجا أن اللدى وكل ما يعيبنا في الدنيا وفي المعاد شيخنا مدبور والي كنت كغفا حاميا لمن أتاكم لاجئا كنت فينا ناصريا سيدي مدبور والي أعطنا منك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدبور والي أعطنا منك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدبور والي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أستاذ لنا عن شيخنا فما لنا منهما سبق رشد منك يا مدبور والي ربنا اللهم أوصلنا إلى مأمولنا وارغبنا دائما يا شيخنا مدبور والي واهدنا نهج الهدى وهب لنا رضوانك كل هالات
بحق شيخنا مدبور ولي آتنا أمنا نظيما وسرورا يجي مالك الموت بحق شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد سالمين بمدبور ولي وفقنا لجواب مالكين للرضا كلنا رحماننا بشيخنا مدبور ولي رب سلم يوم بعثتنا غدا للموقف خففا نصابنا بشيخنا مدبور ولي رب سلم هذه الأمة أنزل القدم حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي رب صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖന യാ ശൈഖന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹ് പവിത്രമായ പരിശുദ്ധമായ മുഹറം മാസത്തിലെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് നീ ഞങ്ങൾക്ക് സലാമത്ത് തരണമല്ലാ നിന്റെ പൊരുത്തം തരണമല്ലാ ഞങ്ങളെ തെറ്റുകളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കറപ്പേ മാപ്പാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലാ നീ മാപ്പാക്ക് അല്ലാ പൊറുക്കണേ അല്ലാ പൊറുക്കണേ അല്ലാ പൊറുക്കണേ അല്ലാ അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കി തരണേ അല്ലാഹ് ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് ഒരുപാട് സങ്കടങ്ങൾ ഈ മനസ്സിന്റെ അകത്തുള്ളവരാണ് അല്ലാഹുവേ എല്ലാ സങ്കടങ്ങളോ എല്ലാ പ്രയാസങ്ങളോ എല്ലാ ദുഃഖഭാരങ്ങളും നീ സലാമത്താക്കി തരണമല്ലാ റബ്ബേ നീ സലാമത്താക്കി തരണേ അല്ലാ وسلم على جميع الأنبياء والمرسلين
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ, ദണ്ണങ്ങൾ തേർത്ത് സലാമത്തേകണം ഹന്നാനേ, ദണ്ണങ്ങൾ തേർത്ത് സലാമത്തേകണം ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ. ഞാനെന്ന ഭാവത്തിൽ ഖൽബിൽ കേറി ഇബ്ലീസ്, ഞാനെ മാതില്ലാതെ കാട്ടിപ്പോയി പല നാമോസ്, ഞാനെന്ന ഭാവത്തിൽ ഖൽബിൽ കേറി ഇബ്ലീസ്, ഞാനെ മാതില്ലാതെ കാട്ടിപ്പോയി പല നാമോസ്, ഓരോരോ കാലടി ഖബറിലേക്കാണെന്നോർക്കാതെ, ഓരോരോ കാലടി ഖബറിലേക്കാണെന്നോർക്കാതെ, ഓടിത്താളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ, ഓടിത്താളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ, മാനസം തേങ്ങും റുക്കോയിലോ പിന്നെ സുജൂദിലോ, മന്നാനെ കണ്ണീരാണെന്റെ നിസ്കാര പായലോ, എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നു ഞാൻ, എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നു ഞാൻ, എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പിനായി ഈരവോതും ഞാൻ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ, ദണ്ണങ്ങൾ തേർത്ത് സലാമത്തേകണം ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ. മടവൂരിൽ ശൈഖുന ഖുതുബുൽ ആലമോരെ കാവൽ നൽകല്ലാ, മദദെന്നും ഞങ്ങളിൽ നൽകണേ യാ സുബ്ഹാനല്ലാഹ്. മടവൂരിൽ ശൈഖുന ഖുതുബുൽ ആലമിൻ കാവൽ നൽകല്ലാ, മദദിനായി തേടുന്നു എന്നും സുബ്ഹാനല്ലാഹ്. അറിവിൻ നീലാവിന്നെ ഉമ്മമാർക്കിനി നൽകല്ലാ, ആഫിയത്തോടെ നീ ആയുസ്സിനെ കനിയല്ലാ. അറിവിൻ നീലാവിന്നെ
പാപ്പമാർക്കിനി നൽകല്ല ആഫിയത്തോടെ നീ ആയുസീനെ കനിയല്ല അറിവിൻ നീലാവിന്റെ വീടുകളിൽ ബറക്കത്ത് നൽകല്ല അറിവിൻ നീലാവിനെ കാണുന്നോർക്കും നീ നൽകല്ല അറിവിൻ നീലാവിന്റെ വീടുകളിൽ റഹ്മത്ത് നൽകല്ല അറിവിൻ നീലാവിനെ കേൾക്കുന്നോർക്കും നീ നൽകല്ല അറിവിൻ നീലാവിന്റെ നാടുകളിൽ നീ നൽകല്ല അറിവിൻ നീലാവിൻ കുടുംബം നീ നൽകല്ല എന്നെന്നും ശാന്തി സമാധാനം നിലനിർത്തല്ല എന്നെന്നും ശാന്തി സമാധാനം നിലനിർത്തല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന് അല്ലാഹു സന്തോഷവും സമാധാനവും തരട്ടെ.